നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സാധാരണ ജനങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കേരളം നീങ്ങുന്നത്. ശമ്പളം കൃത്യമായി കിട്ടുമോ? സർവീസ് പെൻഷൻ വൈകുമോ? ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച തുക തുടരുമോ? ക്ഷാമബത്തിയുടെ 2 ഗഡുക്കൾ കിട്ടുമോ? സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം വരുമാനം വർദ്ധിപ്പിക്കാനാകാത്തതാണ്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ കടമെടുപ്പ് വെട്ടിക്കുറച്ചതും ഗ്രാന്റുകളിൽ ഉണ്ടായ വലിയ ഇടിവും GST വരുമാനത്തിലെ കുറവും എല്ലാം ചേർന്നപ്പോൾ സർക്കാർ വലിയ പ്രതിസന്ധിയിലായി. സംസ്ഥാനത്തിന് 12,516 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. പക്ഷേ ഇതിൽ 5,944 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു. അങ്ങനെ കയ്യിൽ കിട്ടാതെ പോയത് ഏകദേശം 6,000 കോടി രൂപയാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ എല്ലാം അപകടത്തിലാകുമോ? ഇപ്പോൾ ധനവകുപ്പിന്റെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യം ശമ്പളവും സർവീസ് പെൻഷനും വർദ്ധിപ്പിച്ച് ക്ഷേമ പെൻഷനും കൃത്യമായി നൽകാൻ കഴിയുമോ? കാരണം സംസ്ഥാനത്തിന്റെ ആകെ ചെലവിന്റെ 59% പോകുന്നത് പലിശ, ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കാണ്. ഇതിൽ ചെറിയ തടസ്സം വന്നാലും സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും ബാധിക്കപ്പെടും. വികസന പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുമോ? ഇനി സർക്കാർ എന്ത് ചെയ്യും? ശമ്പളവും പെൻഷനും നൽകണം, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. പലിശ കൊടുക്കണം, നിയമപരമായ കാര്യവും. അപ്പോൾ വഴിയുള്ളത് ഒന്നു മാത്രമാണ്: ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക. ഇത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ വർഷവും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇതേ മാർഗമാണ് സർക്കാർ സ്വീകരിച്ചത്. അതായത് പുതിയ റോഡുകൾ, കെട്ടിടങ്ങൾ, പദ്ധതികൾ എല്ലാം പിന്നോട്ടാകും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കുത്തനെ വർദ്ധിച്ചു. ഇവിടെ ഒരു പ്രധാന കണക്ക് വരുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള ചെലവ് 27,656 കോടി രൂപയിൽ നിന്ന് 31,223 കോടി രൂപയിലേക്ക് ഉയർന്നു. ഏകദേശം 3,500 കോടി രൂപയോളം വർധനവുണ്ടായി. ഇതിനൊപ്പം മറ്റു ഭരണ ചെലവുകളും കുത്തനെ ഉയർന്നു. അതുകൊണ്ടാണ് വരുമാനം വർദ്ധിക്കാതെ ചെലവ് മാത്രം ഉയരുമ്പോൾ സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലാകുന്നത്. ക്ഷാമബത്ത 2 ഗഡുക്കൾ ലഭിക്കുമോ? ഇതിനിടെ സർക്കാർ ജീവനക്കാർക്ക് വലിയ പ്രതീക്ഷ ക്ഷാമബത്തയുടെ 2 ഗഡുക്കൾ പ്ലാൻ എന്തായി എന്നതാണ്. അടുത്ത ശമ്പള പരിഷ്കരണത്തിന് മുൻപ് 3% വീതം 2 ഗഡുക്കൾ നൽകുക എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ഈ ഫയൽ ധനമന്ത്രി പരിഗണനയിലാക്കിയിട്ടില്ല. ഇത് നൽകുമോ അതോ വൈകുമോ അല്ലെങ്കിൽ മാറ്റിവയ്ക്കപ്പെടുമോ? ഇത് ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമോ സംസ്ഥാനമോ? സംസ്ഥാന സർക്കാരിന്റെ വാദം ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് കാരണം. അവർ പറയുന്ന കാരണങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകളിൽ വലിയ ഇടിവ് സംഭവിച്ചു, കേന്ദ്രം പ്രഖ്യാപിച്ച ദീപാവലി നികുതി ഇളവില്ല, GST വരുമാനം കുറഞ്ഞു, അടുത്ത വർഷം GSTയിൽ മാത്രം 8,000 കോടി രൂപയുടെ കുറവുണ്ടാകുമെന്ന കണക്കാണ് പറയുന്നത്. പക്ഷേ ഭൂനികുതി സംസ്ഥാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അവിടെ വരുമാനം ലക്ഷ്യമിട്ടതിന്റെ 58% മാത്രമാണ് ലഭിച്ചത്. എല്ലാം നെഗറ്റീവ് ആണോ എന്ന് നോക്കുമ്പോൾ അല്ല. വികസന പദ്ധതികളിലേക്കുള്ള ചെലവ് 20% വർദ്ധിച്ചത് ഒരു നല്ല സൂചനയാണ്. അതായത് സർക്കാർ പൂർണ്ണമായും കൈവിടുന്നില്ല, പക്ഷേ സാമ്പത്തിക സമ്മർദ്ദം വളരെ ശക്തമാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ സൂക്ഷ്മമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശമ്പളം, പെൻഷൻ, ക്ഷേമ പദ്ധതികൾ എല്ലാം ഇനി വരുന്ന മാസങ്ങളിൽ സർക്കാരിന്റെ സാമ്പത്തിക തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ഈ വിഷയം നിങ്ങൾക്ക് പ്രധാനമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള സർക്കാർ തീരുമാനങ്ങൾ, പെൻഷൻ, ശമ്പളം, ക്ഷേമ പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.